വെണ്ടക്ക മുളക് കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടക്ക മുളക് കറി, അതായത് വെണ്ടക്ക പുളിയിട്ടിട്ട് ഉള്ള ഒരു കറിയാണ്. അത് നമുക്ക് മീനൊന്നുമില്ലെങ്കിൽ പെട്ടെന്നാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റായിന്. അപ്പോൾ നമുക്ക് അതിനാവശ്യം ഇവിടെ വെണ്ടക്ക ഇത്ര ഇതായിട്ട് മുറിച്ചെടുക്കണം. പിന്നെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പുളി, പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ നമുക്ക് കരിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും. ഇത് വെണ്ടക്ക നമ്മൾ എന്താ പറയുക, പരിപ്പിലിട്ട് കറി വെക്കും, അല്ലാണ്ട് കറി വെക്കും, ഉപ്പേരി വെക്കും. അപ്പോൾ വെണ്ടക്ക നല്ല ഒരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വെണ്ടക്ക കറി വെക്കാൻ ഞാനെൻ്റെ കുഞ്ഞി ചട്ടി ഉണ്ട് അടുപ്പത്ത് വെച്ചിട്ട്. കുഞ്ഞി ചട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. 2 ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അടുക്കളയിൽ വെളിച്ചം കുറച്ച് കുറവാട്ടോ. നമുക്കിത് നല്ലോണം വഴറ്റി കൊടുക്കാം. ഉള്ളി വഴറ്റിയിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അധികം വലിയ തീയിൽ വെക്കരുത്. നമ്മൾ വെണ്ടക്ക കറിയൊക്കെ വെക്കുമ്പോൾ തീ കുറച്ചിട്ടാക്കണം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടക്കേൻ്റെ കൊഴുപ്പ് നമുക്ക് മാറി കിട്ടാം. വലിയ തീയായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എന്താ പറയുക, പുകഞ്ഞു പോകും. അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് കൊടുക്കാം. മീൻ കറിക്ക് പകരം ഒരു വെണ്ടക്കക്കറി. വെണ്ടക്കക്കറി നമുക്ക് നീർദോശയ്ക്ക് നല്ല ഇതാട്ടോ. നീർദോശ ഇടുമ്പോൾ വെണ്ടക്കക്കറി ആകുമ്പോൾ നല്ല ടേസ്റ്റ്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വെണ്ടയ്ക്ക ഉപ്പേരി വെക്കുമ്പോൾ ഒക്കെ വെണ്ടയ്ക്കയിലുള്ള കൊഴുപ്പ് മാറണം, എന്നാലാണത് ശരിക്ക് ആയി വരിക. ഇത് നല്ലോണം വഴറ്റി കൊടുക്കണം കുറച്ച് നേരം. എന്നാലും ഇതിൻ്റെ കൊഴുപ്പ് നമുക്ക് മാറിക്കിട്ടും. ഇത് കുറച്ച് നേരം സിമ്മിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക വേകുകയും ചെയ്യും. വെണ്ടയ്ക്ക അല്ലെങ്കിൽ ഒരു നോള പോലെ ഉണ്ടാവും നമ്മളതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കുറച്ച് നേരം വഴറ്റിക്കൊടുക്കും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കേൻ്റെ കൊഴുപ്പൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം വഴറ്റി കൊടുക്കുക. നമ്മുടെ വെണ്ടക്കയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ച് കുറവേനൊക്കെ ഞാൻ ഇതാക്കി, മുളക് പൊടി കുറച്ചും കൂടി ആക്കി. എന്നിട്ട് ഈ മുളക് പൊടിൻ്റെ ഒന്ന് പച്ച ഇത് മാറുന്നതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക.
ഒഴിച്ച് കുറച്ചും കൂടി വെള്ളം വേണം. ശേഷം കൂടി എന്താ വാടിയോണ്ട് വെണ്ടയ്ക്കൊക്കെ അധികം വേവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളവും കൂടി. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങി വെക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുണ്ടോ, മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇടാം കേട്ടോ. ഇവിടെ എരിവ് ഇഷ്ടമാണ്. തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് ഒന്ന് കുറുകി കഴിഞ്ഞിട്ട് വാങ്ങാം കേട്ടോ. കുറച്ച് ഒന്ന് വെണ്ടക്കയിൽ ഇതായി കഴിഞ്ഞാൽ വെണ്ടക്കയിൽ ഉണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടിയതല്ലേ, വാടി അതിൻ്റെ ഇത് മാറുമ്പോഴത്തേക്ക് വെണ്ടക്ക വെന്തിട്ടുണ്ടാവും. ഇത് കണ്ടോ, അതിൻ്റെ വെണ്ടക്ക പുളിവെള്ളത്തിലും മുളകിലെല്ലാം ഇട്ട് നല്ലവണ്ണം തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പിട്ടിട്ട് വാങ്ങി വെക്കാം. ഇതായിട്ടുണ്ട്. ഇതുണ്ടോ, അധികം ഇതാവേണ്ട, കുറച്ച് ഇത് വേണം. നമുക്ക് ഇത് വാങ്ങി വെക്കാം. ഉപ്പ് എരിവൊക്കെ കണക്കാണ്. ഇത് നമുക്ക് ഓഫാക്കാം. എൻ്റെ വെണ്ടക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീനൊന്നും ഇല്ലെങ്കിലൊക്കെ ഇത് അടിപൊളിയാണ്, അല്ലെങ്കിലും നല്ലതാട്ടോ. ദോശക്ക് കൂട്ടാനൊക്കെ ഈ കറി നല്ല ടേസ്റ്റാണ്. പെട്ടെന്നായി കിട്ടുന്ന ഒരു കറിയാണ് വെണ്ടക്ക മുളക് ഇട്ടത്.